ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ ഭീകരാക്രമണം, ഒരാൾ കൊല്ലപ്പെട്ടു, 2 പേർക്ക് വെടിയേറ്റു. ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. പ്രദേശത്ത് സൈന്യം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ആരതി കൃഷ്ണ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആരതി, അതെപ്പോഴാണ് ഈ ഏറ്റുമുട്ടലിനിടെയാണോ ഈ ഒരാൾക്ക് വെടിയേറ്റ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? അരുണ്യ, ഇന്ന് വൈകിട്ടാണ് ജമ്മു കശ്മീരിലെ കുൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത്. അതായത് ചെങ്കൽ ചൂളയിൽ ജോലി ചെയ്തിരുന്ന 2 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ് ഇവരെ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരാൾ മരിച്ചു. അതിൽ ഛത്തീസ്ഗഡ് സ്വദേശിയായ ദീപക്കാണ് മരിച്ചത്. ഗുരുതര പരിക്കുകളിലോടെ ഛത്തീസ്ഗഡ് സ്വദേശിയായ ഭൂപേന്ദർ എന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ആനന്ദ്നാഗിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഭൂപേന്ദർ ചികിത്സയിലാണ്. ഇയാളുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ പ്രദേശം സുരക്ഷാ സേന വളഞ്ഞിട്ടുണ്ട്. ഈ വെടിവെപ്പിന് ശേഷം രക്ഷപ്പെട്ട ഭീകരർക്കായി വലിയ രീതിയിൽ തെരച്ചിൽ നടക്കുകയാണ് പ്രദേശത്ത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ ഇത് 2ാമത്തെ തവണയാണ് കശ്മീരിൽ ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ 10 ദിവസം മുൻപ് അനന്ത്നാഗിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ വ്യാപകമായ തെരച്ചിലും അതുപോലെ തന്നെ കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങളും എല്ലാം പ്രദേശത്ത് കശ്മീരിൽ ഉൾപ്പെടെ ഒരുക്കിയിരുന്നു. 3000-ഓളം പേരെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ കശ്മീരിൽ സുരക്ഷാ സേന കസ്റ്റഡിയിലെടുത്തത്. വലിയ രീതിയിൽ പോലീസും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും വലിയ രീതിയിൽ നിലവിൽ ഈ രക്ഷപ്പെട്ട ഭീകരർക്കായി തെരച്ചിൽ നടത്തുകയാണ്. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും അതുപോലെ തന്നെ സർക്കാരുമെല്ലാം പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കണമെന്നും സാധാരണക്കാരുടെ ജീവന് അപായമുണ്ടാകാത്ത തരത്തിൽ സുരക്ഷ കർശനമാക്കണമെന്ന നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട്. ഏതായാലും ഭീകരർക്കായി നിലവിൽ സുരക്ഷാ സേന തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അരുണ്യ.